ഓക്കെ, നിങ്ങളുടെ മുമ്പിലേക്ക് iPhone 13 Pro Maxും iPhone 14 Pro Maxും കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചൂസ് ചെയ്യാൻ ഏതായിരിക്കും ആദ്യമേ നോക്കുന്നത്? iPhone 14 Pro Max ആയിരിക്കും. എന്നാൽ എന്നോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ iPhone 14 Pro Max എടുക്കത്തില്ല. എന്തൊക്കെയാണ് മേജറായിട്ടുള്ള ഡിഫറൻസ്, എന്തൊക്കെ അപ്ഗ്രേഡാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ iPhone 14 Pro Max എടുക്കാതെ പറഞ്ഞത് എന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിനകത്തും 6.7 ഇഞ്ചിൻ്റെ XDR OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിക്സൽ പെർ ഇഞ്ച് നോക്കുന്ന സമയത്ത് iPhone 13 Pro Maxനകത്ത് 457 ഗ്രാഫിക്സ് PPIയും അതോടൊപ്പം തന്നെ 14 Pro Maxനകത്ത് 460 ഗ്രാഫിക്സ് PPIയും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേക്കകത്ത് HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും. ഇതിനകത്ത് വ്യത്യാസം പറയുമ്പോൾ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ iPhone 13 Pro Maxനകത്ത് 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും എന്നാൽ 14 Pro Maxലേക്ക് വരുന്ന സമയത്ത് 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസുമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സ്മാർട്ട് ഫോൺ സെൽഫി ക്യാമറ വന്നിട്ടുള്ളത് 12 മെഗാ പിക്സലാണ്. 4K 30 FPS രണ്ടിനകത്തും നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ 14 Pro Maxനകത്ത് നമുക്ക് സിനിമാറ്റിക് മോഡ് 4K 24 അല്ലെങ്കിൽ 30 FPS എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ഡൈനാമിക് ഐലൻഡ്, അതായത് നമ്മുടെയൊക്കെ ഭാഷ പറയുകയാണെങ്കിൽ പഞ്ച് ഹോൾ ഒരു സിസ്റ്റം അവർ പുതുതായിട്ട് iPhone 14 Pro Maxനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഫോണിനകത്തും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. iPhone 13 Pro Maxനകത്ത് 12 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറ മോഡ്യൂളും അതോടൊപ്പം തന്നെ iPhone 14 Pro Maxനകത്ത് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും ബാക്കി രണ്ട് ക്യാമറ 12 മെഗാ പിക്സലുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സ്മാർട്ട് ഫോൺ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 4K 30 FPS അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റീരിയോ സൗണ്ടും അതിനോടൊപ്പം തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും സിനിമാറ്റിക് മോഡ് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാറ്ററി കമ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ iPhone 13 Pro Maxനകത്ത് 4352 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ iPhone 14 Pro Maxന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതൊന്ന് കുറച്ച് 4323 mAh ആയിട്ട്. അതിനോടൊപ്പം തന്നെ രണ്ടിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 വാട്ട്സിന്റെ 50% ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൊസസർ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ iPhone 13 Pro Maxനകത്ത് A15 ബയോണിക് ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ OS വരുന്ന iOS 15. 14 Pro Maxലേക്ക് വരുന്ന സമയത്ത് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള A16 ബയോണിക് ചിപ്സെറ്റും iOS 16 കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് 5G സപ്പോർട്ടഡ് ആണ്. ഇനി ഹൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 13 Pro Maxന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 160.8 മില്ലിമീറ്ററും 14 Pro Maxലേക്ക് വരുന്ന സമയത്ത് 160.7 മില്ലിമീറ്ററുമാണ്. തിക്നെസ് വരുന്ന സമയത്ത് 13 Pro Maxനകത്ത് 7.6 മില്ലിമീറ്ററും 14 Pro Maxനകത്ത് 7.8 മില്ലിമീറ്ററുമാണ്. വെയിറ്റ് 13 Pro Maxനകത്ത് 238 ഗ്രാമും 14 Pro Maxനകത്ത് 240 ഗ്രാമുമാണ്. ഈ രണ്ട് ഫോണും IP68 വാട്ടർ പ്രൂഫും അതോടൊപ്പം തന്നെ ഡസ്റ്റ് പ്രൂഫും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണിൻ്റെയും ബോഡി എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രൈസിലേക്ക് വരികയാണ്. 13 Pro Maxന്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,20,000 രൂപയും 14 Pro Maxന്റെ പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,40,000 രൂപയുമാണ്. ഓക്കെ, വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ 14 Pro Max എടുക്കത്തില്ല, അതിന് കാരണം ഒന്നേ ഉള്ളൂ, iPhone 14 Pro. കാരണം എന്തുകൊണ്ടും ബെറ്റർ, വാല്യൂ ഫോർ മണി ആയാലും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ഈ iPhone 14 Pro Maxനുള്ള എല്ലാ ഇൻ കേസ് ഡൈനാമിക് ഐലൻഡ് പോലും ഈ 14 Proയ്ക്കകത്തുണ്ട്. ഇവിടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ ഇഞ്ചിന് മാത്രമാണ്. പിന്നെ വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസാണ്. 1,50,000 രൂപ കൊടുത്ത് മാക്സ് വാങ്ങിക്കേണ്ട ആവശ്യം ഒരു കാര്യമില്ല. പ്രോ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. മാത്രമല്ല കയ്യിൽ ഒതുക്കത്തിലും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടും iPhone 14 Pro ആയിരിക്കും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് താഴെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അത് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മികച്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.